ഹായ് ഫ്രണ്ട്സ്, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ കുട്ടിക്കാലത്തെ മനോഹരമാക്കിയ ലോകപ്രശസ്തനായ ചാർലി ചാപ്ലിന്റെ ജീവിതകഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. പണ്ടൊരിക്കൽ ലണ്ടൻ നഗരത്തിലെ ഒരു തണുപ്പുള്ള വൈകുന്നേരം ആ തെരുവിന്റെ കോണിൽ ഒരു കൊച്ചുമിടുക്കൻ ഇരിപ്പുണ്ടായിരുന്നു. പഴയതും അഴുക്കു പിടിച്ചതുമായ വസ്ത്രങ്ങളിട്ട് വിശന്നു വലഞ്ഞ ആ 6 വയസ്സുകാരന്റെ പേരായിരുന്നു ചാർലി ചാപ്ലിൻ. ആ വഴി നടന്നു പോയവരാരും നമ്മുടെ കുഞ്ഞു ചാർലിയെ ശ്രദ്ധിച്ചതേയില്ല. ചാർലിയുടെ ജീവിതം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. അച്ഛൻ കൂടെ ഇല്ലായിരുന്നു. അമ്മ ഹന്ന ഒരു കൊച്ചു തിയേറ്ററിലെ പാട്ടുകാരിയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാതായി. കഠിനമായ അസുഖം വന്ന് അമ്മയുടെ ശബ്ദം നഷ്ടപ്പെട്ടു. അതോടെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യമായി. അവർക്ക് വീടില്ലാതായി. പലപ്പോഴും തെരുവിൽ ഉറങ്ങേണ്ടി വന്നു. വസ്ത്രങ്ങൾ കീറിയതുകൊണ്ട് മറ്റു കുട്ടികൾ ചാർലിയെ കളിയാക്കുമായിരുന്നു. പിന്നീട് അമ്മയെ ആശുപത്രിയിലാക്കിയതോടെ ചാർലിയും ചേട്ടൻ സിഡ്നിയും ഒറ്റയ്ക്കായി. അവരെ അനാഥ കുട്ടികൾക്കായുള്ള ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി. അവിടെ കഠിനമായ ജോലികൾ ചെയ്യണമായിരുന്നു. കുറച്ച് ഭക്ഷണം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇത്രയും സങ്കടങ്ങൾക്കിടയിലും ചാർലി ഒരു കാര്യം കണ്ടെത്തി. തനിക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയും. കൂടെയുള്ള കുട്ടികൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചാർലി വിചിത്രമായ മുഖഭാവങ്ങൾ കാട്ടിയും തമാശയായി നടന്നും അവരെ ചിരിപ്പിച്ചു. ആ ചിരിയിൽ അവർ തങ്ങളുടെ വേദനകൾ മറന്നു. ചാർലിക്ക് 14 വയസ്സായപ്പോൾ ഒരു നാടക കമ്പനിയിൽ കുട്ടികളെ ആവശ്യമുണ്ടെന്ന് ചാർലി അറിഞ്ഞു. ചാർലി അങ്ങനെ അവിടെ എത്തി. "നിനക്ക് അഭിനയിക്കാൻ അറിയാമോ?" എന്ന് അവിടുത്തെ മാനേജർ ചോദിച്ചപ്പോൾ ചാർലി ഒന്നും പറഞ്ഞില്ല. എന്നാൽ തന്റെ ശരീരം കൊണ്ട് മറുപടി നൽകി. എന്തായിരുന്നെന്നോ? ഒരു വയസ്സായ മുത്തശ്ശനെ പോലെയും വീഴാൻ പോകുന്നത് പോലെയുമൊക്കെ ചാർലി തമാശയായി നടന്നു കാണിച്ചു. ഇതൊക്കെ കണ്ട് മാനേജർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചാർലിക്ക് ജോലി നൽകി. പിന്നീട് ചാർലി ഇംഗ്ലണ്ട് മുഴുവൻ യാത്ര ചെയ്ത് ആളുകളെ ചിരിപ്പിച്ചു. വാക്കുകളില്ലാതെ വെറും ആംഗ്യങ്ങൾ കൊണ്ട് കഥ പറയാൻ ചാർലി പഠിച്ചു. ചാർലിയുടെ കഴിവ് കണ്ട് ഒരു അമേരിക്കൻ കമ്പനി അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ ചാർലി കപ്പൽ കയറി അമേരിക്കയിലെത്തി. അവിടുത്തെ വലിയൊരു സിനിമാ കമ്പനിക്കാരൻ ചാർലിയെ സിനിമയിലേക്ക് എടുത്തു. ഒരു ദിവസം സിനിമയുടെ ഷൂട്ടിങ്ങിന് തൊട്ടു മുമ്പ് സംവിധായകൻ പറഞ്ഞു, "വേഗം പോയി എന്തെങ്കിലും കോമാളി വേഷമിട്ടു വാ." ചാർലി നേരെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലേക്ക് പോയി. തനിക്ക് ഒട്ടും പാകമല്ലാത്ത വലിയൊരു അയഞ്ഞ പാൻസ്, ഇറുകിയ ഒരു കോട്ട്, വലിയ ഷൂസുകൾ, തലയിലൊരു ചെറിയ തൊപ്പി, കയ്യിലൊരു വടി, പിന്നെ മൂക്കിന് താഴെ ഒരു കുഞ്ഞു മീശയും വച്ചു. കണ്ണാടി നോക്കിയപ്പോൾ ചാർലിക്ക് തന്നെ അത്ഭുതം തോന്നി. ചാർലി വെറുമൊരു നടൻ മാത്രമല്ല, സ്വന്തമായി സിനിമകൾ സംവിധാനം ചെയ്യുന്ന വലിയൊരു കലാകാരനായി മാറി. "ദി കിഡ്", "ദി ഗോൾഡ് റഷ്" തുടങ്ങിയ സിനിമകൾ ലോകം മുഴുവൻ തരംഗമായി. "ദി ഗോൾഡൻ റഷ്" എന്ന സിനിമയിൽ കടുത്ത വിശപ്പ് കാരണം സ്വന്തം ബൂട്ട് ചെരുപ്പ് പുഴുങ്ങി രുചിയോടെ കഴിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കണ്ട് ആളുകൾ ചിരിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തു. ശബ്ദമില്ലാത്ത സിനിമകളുടെ രാജാവായിരുന്നു ചാർലി. ലണ്ടനിലെ തെരുവിൽ വിശന്നു കരഞ്ഞ ആ കുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ധനികനും പ്രശസ്തനുമായ നടനായി വളർന്നു. ഇടക്കാലത്ത് ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ചാർലിക്ക് അമേരിക്ക വിടേണ്ടി വരികയും സ്വിറ്റ്സർലൻഡിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ ചാർലിയെ ലോകത്തിന് മറക്കാൻ കഴിയുമായിരുന്നില്ല. 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് 83 വയസ്സുള്ളപ്പോൾ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കാർ അവാർഡ് നൽകി അമേരിക്ക അദ്ദേഹത്തെ വീണ്ടും ആദരവോടെ വിളിച്ചു വരുത്തി. ചാർലി സ്റ്റേജിലേക്ക് നടന്നു വന്നപ്പോൾ തിയേറ്ററിലുണ്ടായിരുന്ന എല്ലാവരും
എഴുന്നേറ്റ് നിന്ന് മിനിറ്റുകളോളം കൈയടിച്ചു. അത് കണ്ട് ചാർലിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ 88-ാം വയസ്സിൽ ആ ചിരിയുടെ രാജാവ് ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയാലും ഒട്ടും മടുത്തു പോകാതെ കഠിനാധ്വാനം ചെയ്താൽ നമുക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയും എന്ന് ചാർലി ചാപ്ലിൻ നമ്മളെ പഠിപ്പിച്ചു.